എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു കപ്പ് കേക്ക് ബേക്കറികളിലൊക്കെ വാങ്ങുന്ന ടേസ്റ്റിലുള്ള ഒരു കപ്പ് കേക്കാണ്. ബട്ടർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കപ്പ് കേക്ക് ചെയ്തിട്ടുള്ളത്. ബട്ടർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടും ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എങ്കിലും ബട്ടർ വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പ് വെച്ചിട്ട് തന്നെ എല്ലാം അളക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഈ ഒരു മൈദയിലേക്ക് നമ്മളൊരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് സോഡ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് ഇതുണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 1-2 തവണ അരിക്കുകയാണെങ്കിൽ ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഇത് മിക്സായി കിട്ടും. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ബട്ടറാണ്. ബട്ടർ എന്ന് പറഞ്ഞാൽ വെണ്ണ. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അതായത് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഇത് പുറത്തെടുത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബീറ്റർ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹൈ സ്പീഡിലിട്ട് ഒരു 5 മിനിറ്റാണ് ബീറ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ തരികളുള്ള പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ആകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 3 മുട്ട വരെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയും നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ പുറത്തെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഈ മുട്ട ചേർക്കുമ്പോൾ തന്നെയാണ് വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 1-2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഈ ഒരു കപ്പ് കേക്കിന്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഈ ഒരു മുട്ടയിൽ അലിഞ്ഞ് വരണം. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും വെണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടി ഇനി കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ ഇട്ട് ഇളക്കരുത്. അപ്പോൾ അങ്ങനെ ഇളക്കുകയാണെങ്കിൽ ഈ കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമ്മൾ കുറേശ്ശെ പൊടി ചേർത്തിട്ട് വളരെ സോഫ്റ്റായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇനി പൊടി ചേർക്കുമ്പോൾ ബീറ്ററൊന്നും യൂസ് ചെയ്യരുത്. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം 2-3 തവണകളായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാലൊഴിക്കുന്നത് നമ്മൾ ഈ ഒരു കേക്ക് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പേപ്പറിൻ്റെ മോൾഡുകൾ എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ ട്രേയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് നിറയ്ക്കരുത്, 1/4 ഭാഗം മാത്രം ഇത് നിറച്ച് കൊടുക്കുക. നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ ഈ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇത് വേരി ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറും സെറ്റിങ്സും വെച്ചിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുക്കറിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കേക്കും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഒരു വ്യൂവറായിട്ടുള്ള തുഷാര
മോള് ഋത്വിക, ഹസ്ബൻഡ് വിപിൻ. അപ്പോൾ ഇത്രയും പേർക്ക് ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്